ഓഹോ, അപ്പൊ ഇവൻ ഒരു തെളിവും തരാതെ തന്നെ ഞങ്ങൾ ആ സ്വർണ്ണം എടുത്തെന്ന് അച്ഛൻ അങ്ങ് തീരുമാനിച്ചു അല്ലേ? അത് കൊള്ളാലോ. ഞങ്ങളത് സ്വന്തമാക്കിക്കോട്ടെ ചോദിച്ചപ്പോ അന്ന് അച്ഛനത് സമ്മതിച്ചില്ല. ഇപ്പൊ പാതി ഇവന് കൊടുക്കാമെങ്കിൽ ഞങ്ങളത് സ്വന്തമാക്കിയാലും അച്ഛന് കുഴപ്പമില്ല അല്ലെ? അമ്പിളി, നീ പറയുന്നത് പോലെ ഒന്നല്ല അച്ഛൻ ചിന്തിക്കുന്നത്. നിങ്ങളെ രണ്ടുപേരെയും രക്ഷിച്ചെടുക്കാനുള്ള ഒരു വഴി കൂടിയാ. അമ്മാവ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെന്തിനാ ഇവനെ കൂട്ടുപിടിച്ച് അമ്മാവ ഞങ്ങളെ രക്ഷിക്കാൻ നോക്കുന്നത്? അമ്മാവ, ആ സ്വർണ്ണം ഞങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടവർക്ക് തിരിച്ചു കൊടുത്തു. അതാ സത്യം. അത് അംഗീകരിക്കാൻ പറ്റാത്തവൻ തെളിവായിട്ട് വരട്ടെ. അല്ലാതെ ഞാൻ തിരുവോണം ആഘോഷിച്ചതും ഗാർമെന്റ്സ് തുടങ്ങിയതും ഒക്കെ ആ സ്വർണം വിറ്റ് കാശുണ്ടാണെന്ന് പറഞ്ഞ സമ്മതിച്ചേരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അച്ഛൻ ഇതൊക്കെ അങ്ങ് കണ്ണടിച്ച് വിശ്വസിച്ചല്ലേ? ഗാർമെന്റ്സ് ആരുടെ പേരിലാണെന്ന് അച്ഛനൊന്ന് അന്വേഷിച്ചു നോക്ക്. അച്ഛൻ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിന് അല്ല ദാസങ്ങൾ കൂട്ടു നിൽക്കുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? ഇതുവരെ ഞാൻ നിന്നെ മൈൻഡ് ചെയ്തിരുന്നതേ നീ ആരോഗ്യപരമായി വീക്കാണല്ലോ എന്ന് കരുതി മാത്രമാ. പക്ഷെ നീ ബുദ്ധി ഉപയോഗിച്ച് അമ്മവൻ എനിക്കെതിരെ തിരിച്ച് അല്ലേ? ഇനി നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. വേണ്ട, വിട്. അച്ഛൻ ഇവനെ ഇറക്കി വിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാം. എന്താ? വേണ്ട പക്ഷേ, ഞാൻ പോയിക്കോളാം. രഘു സ്വർണ്ണക്കടത്താർക്ക് ആ സ്വർണം കൊടുത്തിട്ടില്ലെന്ന് ഞാൻ തെളിയിക്കും. അത് തെളിയിച്ചിട്ട് ഞാൻ ഒരിക്കൽ കൂടി വരേണ്ടി വരും. ഓ, നീ ചെല്ല്. കാണാം.